ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ റീൽസിൽ കണ്ടൊരു വീഡിയോ ആണ് സിംഗർ ഹനാൻഷയുടെ ഫാദർ നിസ്കാരത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കാറില്ല, എൻ്റെ ബാങ്ക് ബാലൻസ് പോലും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഒന്നേ ചോദിക്കുന്നുള്ളൂ 5 വക്ത് കറക്റ്റ് നിസ്കരിച്ചോ എന്നുള്ളത്. ശരിക്കും ആ വാപ്പ സംസാരിക്കുന്ന രീതി ഒരിക്കലും ഹനാൻഷ എന്ന് പറയുന്ന മകൻ ഒരിക്കലും എതിർക്കാൻ പറ്റാത്ത രീതിയാണ്. കാരണം ആൾ കേൾക്കുന്നൊരു കോൺവെർസേഷൻ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ മാതാപിതാക്കളൊന്നും മക്കളെ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി പറയാറ് പോലുമില്ല. കാരണം ഇസ്ലാമിക നിയമം എന്നുള്ളത് 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സിൽ നിസ്കരിച്ചില്ല അടിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പറയാത്തത് അവരെന്നെ നിസ്കരിക്കില്ല, പിന്നെ ഇങ്ങനെ മക്കളെ ഉപദേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാരം വളരെ അടിസ്ഥാനപരമാണ്. നമ്മൾ ആ നിസ്കാരത്തെ കൽപ്പിക്കുമ്പോൾ ഒരാൾക്ക് മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റിയ രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്കത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതുപോലെ അനുവർത്തിക്കാനും പറ്റുള്ളൂ. ഹനാൻഷയുടെ ഫാദർ പറഞ്ഞത് പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ലക്ഷക്കണക്കിന് ലൈക്സൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നേ വരെ നിങ്ങളെ സമ്പാദ്യം എത്ര ഞാൻ ചോദിച്ചില്ല, പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, എന്താ ചോദിക്കല്, നിസ്കരിച്ചിരിക്കണോ? നമസ്കാരം അത് ഇനി വാഹനത്തിൽ പോവുകയാണെങ്കിലും കയമ്മം ചെയ്തിട്ടാണെങ്കിലും 2 റക്അത്ത് 4 റക്അത്തിൽ 2 റക്അത്ത് ആക്കിയിട്ടാണെങ്കിലും അതിന്റെ കാര്യത്തിൽ കണിശത വേണം. നീ ഞങ്ങൾക്ക് തേര് പറയല്ലേ? അതാണ് ഇപ്പൊ എന്റെ കൂട്ടുകാരോട് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഇന്നേ വരെ അവരൊക്കെ ആ കാര്യത്തിൽ വളരെ